നെക്സ്റ്റ് പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ പി പ്രൈം നമ്പർ ആവാനുള്ള കണ്ടീഷൻ പി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഇൻറ്റിജറിന് 1ഉം പിയും അല്ലാതെ വേറെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഒന്നും ഉണ്ടായിരിക്കുവാൻ പാടില്ല. അതായത് ആ നമ്പറിൻ്റെ ഓൺലി പോസിറ്റീവ് ഡിവൈസേഴ്സ് 1ഉം പിയും ആയിരിക്കണം. ദാറ്റ് ഈസ് ആൻ ഇൻറ്റിജർ പി ഗ്രേറ്റർ ദാൻ 1 ഈസ് കോൾഡ് എ പ്രൈം നമ്പർ ഓർ സിംപ്ലി പ്രൈം ഇഫ് ഇറ്റ്സ് ഓൺലി പോസിറ്റീവ് ഡിവൈസേഴ്സ് ആർ 1 ആൻഡ് പി. പ്രൈം നമ്പർ അല്ലാത്ത ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സിനെയും കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ആൻ ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഈസ് നോട്ട് എ പ്രൈം ഈസ് ടേംഡ് കോമ്പോസിറ്റ്. ദെൻ പ്രൈം നമ്പേഴ്സിൻ്റെയും കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെയും ഡെഫിനിഷനിൽ നിന്നും നമുക്കൊരു കാര്യം ക്ലിയർ ആണ്. 1 ഒരു പ്രൈം നമ്പറുമല്ല, അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പറുമല്ല. കാരണം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ പി പ്രൈം നമ്പർ ആവാനുള്ള കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ പി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഇൻറ്റിജർ കോമ്പോസിറ്റ് നമ്പർ ആവാനുള്ള ആദ്യത്തെ കണ്ടീഷനും അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണമെന്നാണ്. സോ 1 ഒരു കോമ്പോസിറ്റ് നമ്പറുമല്ല, അതുപോലെ തന്നെ പ്രൈം നമ്പറുമല്ല. അതിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി അതല്ലെങ്കിൽ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. സോ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ 3 ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ് ആയിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തേത് സെറ്റ് ഓഫ് പ്രൈംസ്, സെക്കൻഡ് വൺ സെറ്റ് ഓഫ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആൻഡ് തേർഡ് വൺ സിംഗിൾട്ടൺ സെറ്റ് 1. ദെൻ ആദ്യത്തെ 10 പ്രൈംസ് ആണ് 2, 3, 5, 7, 11, 13, 17, 19, 23 ആൻഡ് 29. ഈ 10 പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനും ആ നമ്പറും അതുപോലെ തന്നെ 1ഉം അല്ലാതെ വേറെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ നമ്പേഴ്സ് എല്ലാം, ഈ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ദെൻ ഫസ്റ്റ് 10 കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് 4, 6, 8, 9, 10, 12, 14, 15, 16 ആൻഡ് 18. ഈ നമ്പേഴ്സിന് ആ നമ്പറും 1ഉം അല്ലാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്, വേറെയും പോസിറ്റീവ് ഡിവൈസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ ഇൻറ്റിജേഴ്സ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ദെൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എ ഗ്രേറ്റർ ദാൻ 1 ഒരു പ്രൈം നമ്പർ ആണ് എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ ആ നമ്പറിനെ അതിൻ്റെ വാല്യൂവിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ എയുടെ ഫാക്ടർ ആണ് എന്നുണ്ടെങ്കിൽ എ ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ഇതുപോലെ എയുടെ വാല്യൂവിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് എനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റൂട്ട് എയുടെ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. റൂട്ട് എയോട് ഈക്വലോ അതല്ലെങ്കിൽ റൂട്ട് എയുടെ വാല്യൂവിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് മാത്രം യൂസ് ചെയ്ത് എനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എ ഗ്രേറ്റർ ദാൻ 1 പ്രൈം നമ്പർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ റൂട്ട് എയോട് ഈക്വലോ അതല്ലെങ്കിൽ റൂട്ട് എയുടെ വാല്യൂവിനേക്കാൾ താഴെയുള്ള പ്രൈംസ് യൂസ് ചെയ്ത് എനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അത്തരത്തിലുള്ള ഒരു പ്രൈം നമ്പറും എയുടെ ഫാക്ടർ അല്ല എന്നുണ്ടെങ്കിൽ എ ഒരു പ്രൈം നമ്പർ ആയിരിക്കും. അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു പ്രൈം നമ്പർ എയുടെ ഫാക്ടർ ആണ് എന്നുണ്ടെങ്കിൽ എ ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ ഈക്വൽ ടു 509 ഇതുപോലെ ചൂസ് ചെയ്യുക. ദെൻ എ ഒരു പ്രൈം നമ്പർ ആണ് എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി റൂട്ട് എയുടെ ഈക്വലോ അതല്ലെങ്കിൽ റൂട്ട് എയുടെ വാല്യൂവിനേക്കാൾ താഴെയുള്ള പ്രൈംസ് യൂസ് ചെയ്ത് എനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇവിടെ റൂട്ട് ഓഫ് 509 എന്നുള്ളത് 22ൻ്റെയും 23യുടെയും ഇടയിലുള്ള ഒരു റിയൽ നമ്പർ ആണ്. സോ 22ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് 509നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രൈം നമ്പറും 509ൻ്റെ ഫാക്ടർ അല്ല എന്നുണ്ടെങ്കിൽ 509 ഒരു പ്രൈം നമ്പർ ആയിരിക്കും. ഇവിടെ റൂട്ട് എയോട് ഈക്വലോ അതല്ലെങ്കിൽ റൂട്ട് എയേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത് 2, 3, 5, 7, 11, 13, 17 ആൻഡ് 19 ആണ്. ഈ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് 509നെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രൈം നമ്പേഴ്സ് ഒന്നും തന്നെ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് അല്ല എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിക്കും. അതിൽ നിന്നും 509 ഒരു പ്രൈം നമ്പർ ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇതുപോലെയാണ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ തന്നു കഴിഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. നെക്സ്റ്റ് ദി സീവ് ഓഫ് എറട്ടോസ്തെനിസ്. ഒരു പർട്ടിക്കുലർ ഇൻറ്റിജർ എ ഗ്രേറ്റർ ദാൻ 1 തന്നു കഴിഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ ആണ് എന്ന് ടെസ്റ്റ് ചെയ്യുവാനുള്ളൊരു സിമ്പിൾ മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ആ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഇൻറ്റിജറിന് താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് സീവ് ഓഫ് എറട്ടോസ്തെനിസ്. ഈ മെത്തേഡിൽ ചെയ്യുന്നത് തന്നിട്ടുള്ള ഇൻറ്റിജർ വരെയുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ ആ ലിസ്റ്റിൽ നിന്നും ആദ്യം പ്രൈം നമ്പർ 2വിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതിനുശേഷം നെക്സ്റ്റ് പ്രൈം നമ്പർ 3യുടെ എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതിനുശേഷം 5ൻ്റെ മൾട്ടിപ്പിൾസ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. തന്നിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജർ എ ആണെങ്കിൽ റൂട്ട് എയോട് ഈക്വലോ അതല്ലെങ്കിൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസ് ഇതുപോലെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതിനുശേഷം അതായത് റൂട്ട് എയോട് ഈക്വലോ അതല്ലെങ്കിൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസ് ഇതുപോലെ ക്യാൻസൽ ചെയ്തതിന് ശേഷം സ്ട്രൈക്ക് ഔട്ട് ആവാതെ കിടക്കുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് തന്നിട്ടുള്ള ഇൻറ്റിജറിന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്.
ഒരു എക്സാമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് 100ൽ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കണ്ടുപിടിക്കുന്നതാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ആദ്യം 100 വരെയുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ലിസ്റ്റ് ചെയ്യുന്നു. അവിടെ 1 ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 1 ഒരു പ്രൈം നമ്പറുമല്ല, അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പറുമല്ല. സോ 2 മുതൽ 100 വരെയുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ലിസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ റൂട്ട് എയേക്കാൾ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ a = 100 ആയതുകൊണ്ട് റൂട്ട് a = 10. സോ 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് മാത്രം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5 ആൻഡ് 7. സോ ആദ്യം ഈ ലിസ്റ്റിൽ നിന്നും പ്രൈം നമ്പർ 2വിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്ത് കളയുന്നു. 2 ക്യാൻസൽ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല, 2 ഒരു പ്രൈം നമ്പറാണ്. അതിനുശേഷമുള്ള 2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും ഈ ലിസ്റ്റിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതിനുശേഷം പ്രൈം നമ്പർ 3യുടെ 3 അല്ലാത്ത ബാക്കി എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതിനുശേഷം 5ൻ്റെ 5 അല്ലാത്ത ബാക്കി എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്യുന്നു. ഫൈനലി 7ൻ്റെ മൾട്ടിപ്പിൾസും ഇതുപോലെ ക്യാൻസൽ ചെയ്യുന്നു. അതിനുശേഷം സ്ട്രൈക്ക് ഔട്ട് ആവാതെ കിടക്കുന്ന നമ്പേഴ്സാണ് തന്നിട്ടുള്ള ഇൻറ്റിജറിന് താഴെയുള്ള, അതായത് 100ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. സോ 100ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത് 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89 ആൻഡ് 97. ഇത്രയും നമ്പേഴ്സാണ് 100ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. നെക്സ്റ്റ് കുറച്ച് തിയറംസാണ്. ഫസ്റ്റ് തിയറം, ഇഫ് p is a prime and p divides ab, then p divides a or p divides b. അതായത് ഒരു പ്രൈം നമ്പർ p രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യും എന്നുണ്ടെങ്കിൽ ആ പ്രൈം നമ്പർ p അതിലേതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെങ്കിലും ഫാക്ടർ ആയിരിക്കും. ഇതാണ് ഈ തിയറത്തിൽ പറയുന്നത്. നമുക്കത് പ്രൂവ് ചെയ്യാം. p എയുടെ ഒരു ഫാക്ടർ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യുവാനില്ല. സോ p എയുടെ ഒരു ഫാക്ടർ അല്ല എന്ന് അസ്യൂം ചെയ്യുക. p ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ആയിട്ട് വരുന്നത് 1ഉം bയും മാത്രമാണ്. സോ GCD of p = 1 ആയിരിക്കും. നമുക്കറിയാം രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെ ആ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. GCD of p = 1 ആയതുകൊണ്ട് there exists some integers x and y such that 1 = px plus ay. ഈ ഒരു ഇക്വേഷനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b = b × 1 = b × px plus ay which is equal to bpx plus aby. p abയുടെ ഒരു ഫാക്ടറാണ്, അതുപോലെ തന്നെ bpയുടെയും ഒരു ഫാക്ടറാണ് p. അതിൽ നിന്നും p ഡിവൈഡ്സ് bpx plus aby. bpx plus aby = b ആയതുകൊണ്ട് p ഡിവൈഡ്സ് b. സോ അത് തന്നിട്ടുള്ള ഇൻറ്റിജേഴ്സിൽ ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഫാക്ടർ ആയിരിക്കും p. അതായത് ഒരു പ്രൈം നമ്പർ p രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ആ ഇൻറ്റിജേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെങ്കിലും ഫാക്ടർ ആയിരിക്കും p. അതാണ് ഈ തിയറത്തിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു തിയറത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നെക്സ്റ്റ് കൊറോളറി. ഇഫ് p is a prime and p divides a1 into a2 into etc. into an, then p divides ak for some k where 1 less than or equal to k less than or equal to n. അതായത് ഒരു പ്രൈം നമ്പർ p n ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഫാക്ടർ ആയിരിക്കും p. ഇതാണ് ഈ കൊറോളറിയിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കത് പ്രൂവ് ചെയ്യാം. ഇൻഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അത് പ്രൂവ് ചെയ്യുന്നത്. n = 1 ആയിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യുവാനില്ല. n = 2 ആയിരിക്കുമ്പോൾ ഈ റിസൾട്ട് എബവ് തിയറം യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ p ഡിവൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഫാക്ടർ ആയിരിക്കും p എന്ന്. സോ n = 2 ആയിരിക്കുമ്പോൾ ഈ ഒരു റിസൾട്ട് ഹോൾഡ് ചെയ്യും. ദെൻ ഈ ഒരു റിസൾട്ട് n-1ന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് n-1 ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ പ്രൈം നമ്പർ p ഡിവൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഫാക്ടർ ആയിരിക്കും p എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ ഈ റിസൾട്ട് n-ന് ട്രൂ ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. സപ്പോസ് p ഡിവൈഡ്സ് a1 into a2 into etc. into an. നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് p എന്നുള്ളത് ഇതിലേതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഫാക്ടർ ആയിരിക്കുമെന്നാണ്. p ഡിവൈഡ്സ് a1 into a2 into etc. into an എന്നുള്ളതിൽ നിന്നും p ഡിവൈഡ്സ് a1 into a2 into etc. into an-1 into an. a1 into a2 into etc. into an-1 ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് തിയറം 1 യൂസ് ചെയ്യുമ്പോൾ p ഡിവൈഡ്സ് a1 into a2 into etc. into an-1 ഓർ p ഡിവൈഡ്സ് an. p a-ൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യുവാനില്ല. p a-ൻ്റെ ഒരു ഫാക്ടർ അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ p ഡിവൈഡ്സ് a1 into a2 into etc. into an-1. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസിൽ n-1ന് ഈ റിസൾട്ട് ട്രൂ ആണ് എന്ന്. അതായത്
n-1 ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ പ്രൈം നമ്പർ p ഡിവൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഫാക്ടർ ആയിരിക്കും p. സോ p ഡിവൈഡ്സ് a1 ഇൻറ്റു a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n-1 എന്നുള്ളതിൽ നിന്നും p ഡിവൈഡ്സ് ak ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. സോ ഏത് കേസിലായാലും ആ n ഇൻറ്റിജേഴ്സിൽ ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഫാക്ടർ ആയിരിക്കും p. അതായത് ഒരു പ്രൈം നമ്പർ p n ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെങ്കിലും ഫാക്ടർ ആയിരിക്കും p. അതാണ് നമുക്ക് ഈ കൊറോളറി വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് കൊറോളറി പ്രൂവ് ചെയ്യുന്നത്. കൊറോളറി 2, ഇഫ് p, q1, q2 എക്സെട്ര qn ആർ ഓൾ പ്രൈംസ് ആൻഡ് p ഡിവൈഡ്സ് q1 ഇൻറ്റു q2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു qn, then p equal to qk for some k where 1 less than or equal to k less than or equal to n. അതായത് ഒരു പ്രൈം നമ്പർ p n പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പ്രൈം നമ്പറിനോട് ഈക്വൽ ആയിരിക്കും p എന്നാണ് നമുക്ക് ഈ കൊറോളറിയിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്. കൊറോളറി 1 യൂസ് ചെയ്യുമ്പോൾ p ഡിവൈഡ്സ് q1 ഇൻറ്റു q2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു qn എന്നുള്ളതിൽ നിന്നും p ഡിവൈഡ്സ് qk ഫോർ സം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. qk ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് ആ നമ്പറിന് 1ഉം qkയും അല്ലാതെ വേറെ പോസിറ്റീവ് ഡിവൈഡേഴ്സും ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. p ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് p ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ p ഡിവൈഡ്സ് qk എന്നുള്ളതിൽ നിന്നും p ഈക്വൽ ടു qk. അതായത് ഇഫ് p ഡിവൈഡ്സ് q1 ഇൻറ്റു q2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു qn, ദെൻ p ഈക്വൽ ടു qk ഫോർ സം k വേർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇതാണ് നമുക്ക് ഈ കൊറോളറിയിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.